വളരെ കൃത്യമായ സ്പിരിച്വൽ ലൈനിലുള്ള അല്ലെങ്കിൽ ആത്മീയ വഴിയിലുള്ള കുറേ കാര്യങ്ങൾ പറയുക, ആളുകളുമായി സംവേദിക്കുക എന്നുള്ളതാണ് സുവാണി ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, ഇത് കാണുന്ന സഹോദരങ്ങൾ, അമ്മമാർ, ചേട്ടന്മാർ, അനിയന്മാർ, എല്ലാവരും ആര് കണ്ടാലും, മക്കളുടെ പ്രായമുള്ളവർ, മക്കൾ, ചെറുമക്കൾ ആര് കണ്ടാലും ദയവായി നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനലിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അതിൻ്റെ സബ്സ്ക്രിപ്ഷനാണ്. അതുപോലെ പരമാവധി നിങ്ങളിത് കാണുകയും വേണം, ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും വേണം. കഴിയുമെങ്കിൽ ചില കമൻറ്റോ ലൈക്കോ ഷെയറോ ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടതുമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഗുരുവിനെ സംബന്ധിച്ചാണ്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് നമ്മൾക്ക്. ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ചട്ടമ്പിസ്വാമികൾ പലപ്പോഴും ഗുരുവായിട്ട് വന്നിട്ടുണ്ട്, പലരുടെയും ഗുരുവാണ്. തൈക്കാട് അയ്യാ ഗുരുവുണ്ട്. അപ്പോൾ ഗുരു രമണ മഹർഷിയുടെ ഗുരു ആയിട്ട് വന്നിട്ടുള്ളതുണ്ട്. ബാബ സത്യസായി ബാബയെ ദൈവമായും ഗുരുവായി കാണുന്നവരുണ്ട്, ദൈവമായി കാണുന്നവരുണ്ട്. കരുണാകര ഗുരു, ശാന്തിഗിരി ആശ്രമത്തിലെ കരുണാകര ഗുരുവിനെ ഗുരുവായി കാണുന്നവരുണ്ട്. അതൊരു ശിഷ്യ പരമ്പരയുണ്ട്. ഒരുപാട് ആളുകൾ, ഗുരു പരമ്പര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു സാധ്യതയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, മാറ്റുന്ന, പ്രകാശിപ്പിക്കുന്ന. അപ്പോൾ ഇരുട്ടിനെ മാറ്റി, ഇരുട്ടിനെ ഒഴിവാക്കി പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തി. പിന്നെ നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയാറുണ്ട്. മാതാവ് ആദ്യത്തെ ഗുരു, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ആൾ മാതാവ്, പിന്നെ പിതാവ്, പിന്നെ ഗുരു, പിന്നെ ദൈവം, ഇങ്ങനെ പറയാം. അപ്പോൾ ദൈവത്തിനേക്കാൾ മുന്നിലാണ് നമ്മൾ ഗുരുവിനെ സ്ഥാപിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് പലരും പറയുന്നത് ദൈവത്തെക്കാൾ വലിയ ആളായതുകൊണ്ടാണ് ഗുരുവിനെ സ്ഥാപിച്ചിരിക്കുന്നതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് മലയാളി. നമ്മൾ പഠിപ്പിക്കുന്നതേ വളരെ രസകരമാണ്. കണ്ടില്ലേ, മാതാവിനെ ആദ്യം പറയുന്നു, അത് പ്രസവിക്കുന്ന ആളെന്നുള്ള നിലയിൽ മാതാവിനല്ലേ ആദ്യം പറയേണ്ടത്. രണ്ടാമത് പിതാവിനെ പറയുന്നു, പിതാവ് ഇതിന് കാരണഭൂതനായിട്ടുള്ള പിതാവിനെ പറയണ്ടേ. പിന്നെ ഗുരുവിനെ പറയുന്നു, പിന്നെ ദൈവത്തെ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് പോലും 4ാം സ്ഥാനമല്ലേ കൊടുത്തിരിക്കുന്നത്, ഗുരുവിന് 3ാം സ്ഥാനമല്ലേ കൊടുത്തിരിക്കുന്നത്. അങ്ങനല്ല, മാതാവിൽ നിന്ന് പഠിച്ച്, പിതാവിൽ നിന്ന് പഠിച്ച്, ഗുരുവിൽ നിന്ന് പഠിച്ച് ദൈവത്തെ അറിയണം എന്നാണ്. ദൈവത്തിൽ നിന്ന് പഠിക്കാനൊന്നുമില്ല, അറിയലേ ഉള്ളൂ, അനുഭവിക്കലേ ഉള്ളൂ. അപ്പോൾ മാതാവിൽ തുടങ്ങി പിതാവിലൂടെ ഗുരുവിലൂടെ ദൈവത്തിലേക്ക്, അങ്ങനെയാണ് അതിൻ്റെ ഹെയറാർക്കി. പക്ഷെ 4ാമത് ദൈവത്തെ എഴുതിയതുകൊണ്ട് എല്ലാവരും ദൈവം പിറകിലായിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലല്ലോ. ഞാൻ പറയാൻ വന്ന സാധ്യത അതല്ല. അപ്പോൾ പല ആളുകളും ഗുരുവിലെ, പിന്നെ യോഗയ്ക്ക് ഗുരുവുണ്ട്, ആചാര്യന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഹൈന്ദവ സമാജം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ 3-4 തരത്തിൽ ഗുരു സമ്പ്രദായത്തിലേക്ക് പോകാറുണ്ട്. ഗുരുകുലമുണ്ടായിരുന്നു പണ്ട്, ഗുരുകുല വിദ്യാഭ്യാസമുണ്ടായിരുന്നു, അവിടെയാണ് പഠിക്കേണ്ടത്. ഗുരുവിൻ്റെയും ആശാൻ്റെയും വീട്ടിൽ പോയി പോകുന്ന ആശാൻ പള്ളിക്കൂടം ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരു ഒരു സാധ്യത തന്നെയാണ്. നമുക്ക് ആത്മീയ വെളിച്ചം തരാൻ, നമുക്ക് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഗുരു ഒരു സാധ്യത തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷേ ഗുരു ഒരു പരിമിതിയുമാകുന്നുണ്ട്. ആശ്രമത്തിൽ പോകുന്ന ആളുകൾ ഗുരുവിനെ കാണുന്നു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രതിനിധി, ആദ്യത്തെ ഗുരു, ആശ്രമം തുടങ്ങിയിട്ടുള്ള ഗുരു ഭൗതിക ശരീരത്തിലില്ലെങ്കിൽ പിന്നെ അടുത്ത ആളിനെ കാണുന്നു. ചില സ്ഥലത്ത് അത് പ്രധാന ശിക്ഷയായിട്ട് കണക്കാക്കും, ചില സ്ഥലത്ത് അതിനെയും ഗുരുവായിട്ട് കണക്കാക്കും. അപ്പോഴും പ്രധാന ഗുരു അവിടെ ഉണ്ട്. മുകളിൽ ഭൗതികതയെ വിട്ടുപോയ ഗുരുവാണ് പ്രധാന ഗുരു. ഈ ഗുരുവിനോടെല്ലാം ചോദിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ജോലിയില്ല. കാറ് വാങ്ങിക്കണേ ഗുരു, വീട് വയ്ക്കണേ ഗുരു, കല്യാണം കഴിക്കണേ ഗുരു, എല്ലാ ഗുരുവിനോട് ചോദിക്കുക. നമുക്കൊരു ജോലിയില്ല. നമ്മളിങ്ങനെ ഭൗതികമായി എന്തും ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി, എല്ലാം ഗുരു നോക്കിക്കോളും. നമ്മുടെ രക്ഷകനാണ് ഗുരു. അവിടെ ഗുരു സാധ്യതയല്ല, പരിമിതിയാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ഗുരു നോക്കിക്കോളും. നമുക്ക് പിന്നെ വേറെ കാര്യമൊന്നുമില്ല. നമ്മളവിടെ ആശ്രമത്തിൽ പോവുക, ഭക്ഷണം കഴിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുക, എല്ലാം ഗുരുവിനോട് ചോദിക്കുക. അവിടെ ഗുരു മാനവന്, മനുഷ്യർക്കൊരു പരിമിതിയാണ്. ഒരു ഗുരുക്കന്മാരും പറയുന്നില്ല നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന് പറയുന്നില്ല. നഴ്സറി ക്ലാസ് കഴിഞ്ഞാൽ പ്രൈമറി ക്ലാസ്സിലേക്ക് കയറുമ്പോൾ നഴ്സറിയിൽ നിന്ന് കഴിയുമല്ലോ, അല്ലാതെ നഴ്സറിയിൽ വീണ്ടും പോയിരിക്കുമല്ലോ. ആരും നഴ്സറിയിൽ നല്ല ഉപ്പുമാവും ചോറും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പോയിരിക്കുമോ? ഇല്ല. ഇനി പ്രൈമറി ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ മുട്ടയുണ്ട്, ഇപ്പോൾ വേണമെങ്കിൽ സാമ്പാറും പായസം എല്ലാം ഒരുപാട് ഐറ്റം ഉണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ. എങ്കിൽ പിന്നെ കോളേജിൽ ഒരിക്കലും ഇത് കൊടുക്കുന്നില്ല, ഫുഡ് കൊടുക്കുന്നില്ല. ക്യാൻറ്റീനിൽ പോയി വേണമെങ്കിൽ കാശ് കൊടുത്ത് കഴിച്ചോണം.
അതുകൊണ്ട് ഞാൻ പ്രൈമറി ക്ലാസ്സിൽ ഇരിക്കാമെന്ന് പറയാൻ പറ്റുമോ? പ്രൈമറി സ്കൂളിൽ, എൻ്റെ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ പിന്നെ രാവിലെ മുട്ടയും പാലും പിന്നെ അവിടെ ഉച്ചയ്ക്ക് നല്ല ഊണമൊക്കെ കൊടുക്കുന്നു. ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, ഞാൻ അതിൻ്റെ പഠിക്കുന്നു, ഞാൻ പ്രൈമറി ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈമറി ക്ലാസ്സിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ അപ്പർ പ്രൈമറിയിലേക്ക് കയറണം, ലോവർ പ്രൈമറി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഹൈസ്കൂളിലേക്ക് കയറണം, അത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലേക്ക് കയറണം, അത് കഴിഞ്ഞാൽ ഡിഗ്രിയിൽ കയറണം, പിന്നെ അത് കഴിഞ്ഞാൽ PG കയറണം, പിന്നെ അത് കഴിഞ്ഞാൽ പ്രൊഫഷണലാണെങ്കിൽ പ്രൊഫഷണൽ, അത് കഴിഞ്ഞാൽ PhD എടുത്ത് പിന്നെ പോസ്റ്റ് ഡോക്ടറിൽ ഇങ്ങനെ കയറി പോകണം. ഒരിടത്തും യാത്ര നിൽക്കുന്നില്ല. ആത്മീയതയും ഇങ്ങനെ തന്നെയാണ്. ആത്മീയതയുടെ ബാലപാഠങ്ങൾ പഠിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോവുക തന്നെ വേണം. ഗുരു നമുക്ക് സാധ്യതയാണ് അവിടെ. പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് പോയി നമ്മൾ വെളിച്ചം വാങ്ങാൻ ശ്രമിച്ചോണം. ഗുരു പക്ഷേ കംപ്ലീറ്റ് വെളിച്ചവും ഗുരുവിന് ഇങ്ങനെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്കെല്ലാം കംപ്ലീറ്റ് വെളിച്ചവും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഭൗതികമായി കഴിയുന്നതല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഗുരു സാന്നിധ്യം, ഗുരുവിൻ്റെ സാമീപ്യം, ആ സ്ഥലത്തെ സാമീപ്യം, പിന്നെ ഗുരുവിൻ്റെ ചിന്തകൾ, ഗുരുവിനെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ, അങ്ങനെ ഗുരുവിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഗുരുവിനെ സംബന്ധിക്കുന്നതല്ല, ഗുരു എന്ന വ്യക്തിയെക്കുറിച്ചല്ല, ഗുരുവിൻ്റെ ബയോഡേറ്റ അല്ല, ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ സൂപ്പർലേറ്റീവിലേക്ക്, അടുത്ത ക്ലാസ്സുകളിലേക്ക്, LKG UKG അല്ലെങ്കിൽ നഴ്സറി അംഗൻവാടിയിൽ നിന്ന് അടുത്ത ക്ലാസ്സിൽ കയറി PhD ചെയ്ത് പോസ്റ്റ് ഡോക്ടറൽ ചെയ്ത് പോകും പോലെ നമ്മൾ ആത്മീയതയുടെ ഓരോ സ്റ്റെപ്പും കയറി അവനവൻ തന്നെ ഈ പറയുന്ന ദ്യോതിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന, നാശമില്ലാത്ത ഈശ്വരനെന്ന് പറയുന്ന നാശമില്ലാത്ത സങ്കല്പത്തെക്കുറിച്ചും നമ്മെ ദ്യോതിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന, നമ്മെ ഈ പ്രപഞ്ചവുമായി ചേർക്കുന്ന, പ്രപഞ്ചത്തിന് അതീതമായി ചേർക്കുന്ന ശക്തികളുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള 1-to-1 കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ആത്മീയമായി ഉണരാനും ആത്മീയമായി ഉണർവുണ്ടാക്കാനുമാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കാതിരുന്നാൽ ഗുരു ഒരു പരിമിതിയാണ്. ആശ്രമത്തിൽ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടെ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നു, ഇത് തന്നെ നമുക്ക് ജീവിതം. അവിടെ കെട്ടിയിടുന്നു, മറ്റേ ചക്കിൽ കെട്ടിയിടുന്ന പോലെ അവിടെ കെട്ടിയിടുന്നു. ഒരു ഗുരുക്കന്മാരും ഒരാശ്രമത്തിലും നിത്യവും ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. അവർ താൽക്കാലിക. അപ്പോൾ ചോദിക്കും സ്ഥിരം ജോലി വേണം. സ്ഥിരം ജോലി ആശ്രമത്തിൻ്റെ അല്ല, അത് വേറെ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ സ്ഥിരം ഡോക്ടർമാർ, ഇപ്പോൾ ഒരു ആശുപത്രി നടത്തുകയാണ്, അവിടെ സ്ഥിരം ഡോക്ടർമാരെ വെച്ചല്ലോ പറ്റും. ഓരോ ദിവസം ഡോക്ടർമാരെ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. സ്ഥിരം ഡോക്ടർ വയ്ക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ സിദ്ധ ഹോസ്പിറ്റലുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുണ്ട്, സ്കൂൾ നടത്തുന്നു, കോളേജ് നടത്തുന്നു, ആശ്രമം, അങ്ങനെ എന്തെങ്കിലും നടത്തുന്നത് അവിടെ സ്ഥിരം ആളിനെ വെച്ചാൽ അത് എൻ്റയർലി ആശ്രമമായിട്ട് ബന്ധമൊന്നുമില്ല. അത് എൻ്റയർലി ഡിഫറൻറ്റ് ബിസിനസ്, വേറൊരു തരത്തിലുള്ള, അത് ബിസിനസ് കാറ്റഗറി വരുന്നതാണ്. കച്ചവടമല്ല ഞാൻ പറയുന്ന, ഒരു പ്രൊഫഷണൽ വേറെ കാറ്റഗറിയാണ്. കച്ചവടം എന്ന് പറയുമ്പോൾ ചെയ്തുകൂടാത്തതാണെന്നൊരു തോന്നലുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ ഒരു മോശം തോന്നൽ, കച്ചവടക്കാരൻ, അങ്ങനെയല്ല. അത് വേറൊരു ബിസിനസ്സാണ്, അത് വേറൊരു തലത്തിലേക്കാണ്. അതൊക്കെ. പക്ഷേ ആശ്രമത്തിൽ സ്ഥിരമായി നമ്മൾ നിന്നുകൊള്ളാം എന്ന് ആരും പറയരുത്. കാരണം ജോലിക്ക് നിൽക്കാം, ആശ്രമത്തിൽ ജോലിക്ക് നിന്ന് കൂലി വാങ്ങിക്കുന്നു, ശമ്പളം വാങ്ങുന്നു. പക്ഷേ അല്ലാതെ ആശ്രമത്തിൽ സ്ഥിരമായി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഗുരുവിൽ ഇങ്ങനെ കെട്ടിയിടുന്നൊരു രീതിയുണ്ടെങ്കിൽ അത് ശരിയല്ല. ആത്മീയ അന്വേഷകൻ ഒരിക്കലും ഒരിടത്ത് കെട്ടി നിൽക്കുന്ന ആളല്ല, കെട്ടി നിൽക്കുന്ന വെള്ളവുമല്ല. കെട്ടി നിൽക്കുന്ന ആളും കെട്ടി നിൽക്കുന്ന വെള്ളവും എന്താണ്, കൃത്യമായി അഴുക്കുണ്ടാവും. അതിൽ ആത്മീയ പ്രകാശം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഒരു ആശ്രമത്തിൽ ഇറങ്ങി അടുത്ത ആശ്രമത്തിൽ ഇങ്ങനെ ആശ്രമങ്ങൾ കയറി ഇറങ്ങി അവിടെ നിന്നെല്ലാം ഭക്ഷണം കഴിച്ച് അവിടെ പോയിട്ടുള്ള സ്വാമിമാരെ, ജനനിമാരെ, സന്യാസിനിമാരെ ആരെല്ലാണ്ട് അവരെല്ലാം കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് കൊടുക്കാനുള്ള ദക്ഷിണ കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൂജാതി കർമ്മ സാധനങ്ങളെ കൊടുത്തു, തൊഴുതു അടുത്ത ആശ്രമത്തിൽ പോയി. ഒന്നും സംഭവിക്കാനില്ല, വെറുതെ സമയം പോവും. പിന്നെ ഒരു തമാശയ്ക്ക്, ഒരു രസത്തിന് പോവാം. എത്ര ആശ്രമം, അത് ഞാൻ പലവട്ടം സമ്മതിച്ചിട്ടുണ്ട്. എത്ര വട്ടം സമ്മതിച്ചു? 100 വട്ടം സന്ദർശിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. 100 വട്ടം സന്ദർശിച്ചാലും 1 വട്ടം സന്ദർശിച്ചാലും സന്ദർശിച്ചില്ലെങ്കിലും ഗുരു എന്ന് പറയുന്നതിൻ്റെ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ തോതിൽ നമുക്ക് വളരാൻ പറ്റും ആത്മീയമായി. പരിമിതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മെ ഒരിടത്ത് കെട്ടിയിടും. മാനസികമായി ഒരിടത്ത് കെട്ടിയിട്ടാൽ, ബന്ധിക്കപ്പെട്ടാൽ സ്വാതന്ത്ര്യവും ഈ പറയുന്ന ജനാധിപത്യവും ഈ പറയുന്ന ഒന്നും മനുഷ്യന് അനുഭവിക്കാൻ കഴിയില്ല. ആനന്ദത്തിൻ്റെ സച്ചിദാനന്ദമൊക്കെ അനുഭവിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ താഴത്തെ ഗ്രേഡിൽ ഇറങ്ങി നിൽക്കും.
ഒരു ഗുരുവും അത് ആഗ്രഹിക്കുന്നില്ല, അത് പറയുന്നുമില്ല. ഗുരുക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുകയോ ഗുരുക്കന്മാരുടെ വചനങ്ങൾ കേൾക്കുകയോ എല്ലാം ചെയ്യുമ്പോഴും വളരെ കൃത്യമായി പറയുന്നത് അടിമയായി നിൽക്കാനല്ല, ഉടമകളായി മാറാൻ തന്നെയാണ്. എൻ്റെ അടിമകളായി, എൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിമകളായി, എൻ്റെ അവദാനങ്ങളും പാടി ഇങ്ങനെ അങ്ങ് നടക്കാനല്ല. ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവൊക്കെ ആവുന്നതിന് മുമ്പ് നാണു ആശാനായിരുന്നപ്പോൾ, ആശാൻ പോലും അല്ല നാണു ആയിരുന്ന സമയത്താണ് ഘടയോഗം പഠിക്കുന്നതിന് വേണ്ടി ചട്ടമ്പി സ്വാമിയും ഈ സ്വാമികളും കൂടി, ഗുരുസ്വാമിയും കൂടി, ശ്രീനാരായണ ഗുരുസ്വാമിയും കൂടി തൈക്കാട് അയ്യാവ് ഗുരുവിൻ്റെ അടുത്ത് പോവുകയും ഒരു സംഭവം ഞാൻ പറയുന്നു യാദൃശ്യമായി. അവിടെ നിന്ന് ഇടയ്ക്ക് മരുത്വാമലയിൽ പോയിരിക്കുന്ന ശീലമുള്ളുണ്ട്. മരുത്വാമലയിൽ നാണു ആശാൻ പോയിരിക്കുകയും അവിടെ ഇരിക്കുമ്പോൾ അവിടെ പലരും കാണാനൊക്കെ ചെല്ലുന്ന ആളുകൾ ഇത് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെന്ന് അയ്യാഗുരുവിനോട് പരാതി പറയുകയും അയ്യാഗുരു ആളിനെ ഇങ്ങ് വരാൻ പറയുകയും അവിടെ ചെന്നപ്പോൾ നീ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, ഉരുട്ടതുക്കാ പരത്തതുക്കാ എതുക്കാக இந்த ഉലകത്തിൽ നീ വന്നിരിക്കേ എന്ന് ചോദിക്കുകയും അത് പരത്തതുക്കാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത്, കേരളത്തിൽ എവിടെയായാലും നിനക്ക് വലിയൊരു സമൂഹമുണ്ടെന്നും നീ അവിടെ പോയി കാര്യങ്ങൾ ചെയ്യണമെന്നും ഇവിടെ കിടന്ന് കുറ്റിയടിച്ചണക്ക് കറങ്ങരുത്, മരുത്വാമലയിലൊക്കെ ചെന്നിരുന്ന് ചുമ്മാ തപസ്സിരുന്നതുകൊണ്ട് കാര്യമില്ല, ആളുകൾക്ക് സഹായം കൂടെ ചെയ്തു കൊടുക്കാനുള്ളൊരു ജീവനാണ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാനല്ല, ആത്മീയ വെളിച്ചം കൊടുക്കാനുള്ള ഒരു ജീവനാണ് ഉങ്ങൾക്കുള്ള ജീവൻ എന്നൊക്കെ പറഞ്ഞ് തമിഴിൽ പറയുമ്പോൾ ഗുരുദേവൻ പെട്ടെന്ന് കരയുന്നു. വായിച്ചിട്ടുള്ളതാണ് ഞാൻ. ഗുരുദേവൻ കരയുന്നു, സങ്കടപ്പെടുന്നു. അപ്പോൾ ചോദിച്ചാൽ അപ്പോൾ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാൻ പറ്റില്ല, പൊക്കോളാൻ പറയുന്നു. അന്നാണ് ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾ ഇറങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെ ഗുരു അങ്ങോട്ട് പോയിട്ടില്ല. ദേഷ്യത്തിൽ പോകാതല്ല, അത് കഴിഞ്ഞു, ആ റോള് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ദക്ഷിണ ചോദിച്ചു, ദക്ഷിണ കൊടുക്കலையாന്ന് ചോദിച്ചു. അപ്പോൾ വെറ്റയും പാക്കും പൈസ എന്തോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു അത് വേണ്ട, എനിക്ക് തരേണ്ട ദക്ഷിണ ലോകത്തിന് വെളിച്ചം കൊടുക്കാനുള്ള കർമ്മം നീ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഗുരുവിൻ്റെ ജോലി. ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള അവധൂതന്മാരെ സൃഷ്ടിക്കലാണ്. ഒരുപാട് ആളുകളെ, അത് സന്യാസിമാരായാലും സ്വാമിമാരായാലും എല്ലാവരും ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ സംവിധാനത്തിൽ നിന്ന് ഇങ്ങനെ പണിയെടുത്ത് ആവശ്യമുള്ള പണമൊക്കെ ഉണ്ടാക്കി ആവശ്യമുള്ള ഭൗതികമായ വസ്തുക്കളൊക്കെ കയറ്റി പിടിച്ച് പോകലല്ല ഗുരുവിൻ്റെയും ശിഷ്യന്മാരുടെയും ജോലി. ഗുരുവിൻ്റെ ജോലിയും ശിഷ്യന്മാരുടെ ജോലിയും ഗുരു പറയുന്നതനുസരിച്ച് ഗുരു കൊടുത്തിരിക്കുന്ന വെളിച്ചം പ്രകാശം ഏറ്റെടുത്തുകൊണ്ട് അവധൂതിലൂടെ, അവധൂതം എന്ന് പറഞ്ഞാൽ തെണ്ടിപ്പറക്കി നടക്കുന്ന ആ അർത്ഥത്തിലല്ല, ആ അർത്ഥത്തിലെടുക്കുക അവധൂത്. ഇനിയിപ്പോൾ ആശ്രമത്തിലൊന്നും നിൽക്കണം നിങ്ങൾ അവധൂത്, അങ്ങനല്ല. തിരിച്ച് ലോകത്തിന് സ്വയം നേടിയ പ്രകാശം ലോകത്തിന് കൊടുക്കാനും സ്വയം കൂടുതൽ പ്രകാശിതമാകാനും, സ്വന്തമായിട്ട് കൂടുതൽ പ്രകാശിതമാകണം, ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വളരണം, പ്രപഞ്ചത്തിൻ്റെ പ്രകാശവുമായി വളർന്ന് ഓരോ നിമിഷവും അത് പലതരത്തിലാണ്, അതിനെ വളർത്തിയെടുക്കണം ഈ ശിഷ്യ പരമ്പര. അതോടൊപ്പം തന്നെ ആ കിട്ടിയ പ്രകാശത്തിൻ്റെ വഴി സമ്പൂർണ്ണമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഗുരുക്കനാവാനും പറ്റില്ല. പക്ഷേ നമുക്ക് ചില വഴികാട്ടികളാകാൻ പറ്റും, ചില സൂചനകൾ കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിലൊരു പുസ്തകം കിട്ടി, ഞാൻ വായിച്ചു, നല്ല പുസ്തകമാണെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് വായിക്കാൻ കൊടുക്കാം. ഞാനൊരു പാട്ട് കേട്ടു, നല്ല ഗാനമാണ്, ഒരു ശ്ലോകം കേട്ടു, നല്ല ശ്ലോകമാണെങ്കിൽ എനിക്ക് അടുത്ത ആളിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ ഒരു അവധൂത വൃത്തി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇങ്ങനെ കാട്ടിലേക്ക് പോയി അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല. അതുകൊണ്ട് പ്രധാനത്തിൽ അതും ഒരു പ്രധാനമാണ്. പല സന്യാസിമാരും സ്വാമിമാരും ഒക്കെ അങ്ങനെയാണ്. ആരെയും പഠിപ്പിക്കാനൊന്നുമല്ല, അവർ സ്വയം സഞ്ചരിച്ച് അവർ സ്വന്തമായി ഉൾവിളി ഉണ്ടായി, ഉൾക്കാഴ്ച ഉണ്ടായി അവർ വളർന്നു വരുന്നതാണ്. അപ്പോൾ മനുഷ്യന് ആത്മീയമായ പ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളായിരിക്കണം ഗുരുക്കന്മാർ. അതായിരിക്കണം ശിഷ്യനുണ്ടാകേണ്ട ചിന്ത. അല്ലാതെ ഗുരുവിനെ ഒരു പരിമിതി ആയിട്ടെടുക്കരുത്. അൾട്ടിമേറ്റായിട്ട് എല്ലാ ഗുരുക്കന്മാരുടെയും ആഗമനോദ്ദേശവും അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഉദ്ദേശിക്കുന്നതും ഗുരുക്കന്മാരാൽ ഈ പ്രപഞ്ചം ഉദ്ദേശിക്കുന്നതും ആത്മീയ പ്രകാശം ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആത്മീയ പ്രകാശം എത്തിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ഗുരു വലിയൊരു സാധ്യതയാണ്. ഗുരുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗുരുവിന് കിട്ടിയ പ്രകാശം നമുക്ക് എന്ത് തന്നെയാണ്, വെളിച്ചമാണ്. അതേസമയം തിരിച്ച് ചിന്തിച്ചാൽ ഗുരു ഒരു പരിമിതിയാണ്. ആ പരിമിതി ഗുരുവും ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സനാതന ധർമ്മത്തിലും പറയുന്നില്ല. സനാതന ധർമ്മത്തിൽ പറയുന്നത് 1 to 1 ആണ്. നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവും പരമാത്മാവുമായിട്ടുള്ള
ഈ കണക്ഷനാണ് പറയുന്നത്. ആ കണക്ഷനിൽ നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയാണ് മുന്നോട്ട് ആത്മീയ വെളിച്ചം കിട്ടിപ്പോകാൻ കഴിയും എന്നാണ് നാം ചിന്തിക്കേണ്ടത്.